ओम श्री गुरुभ्यो नमः। ओम नमो भगवते वासुदेवाय। जय जय श्री राधे. നമ്മളൊരു പ്രീ വേദിക് പീരീഡിൽ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ നിയാൻഡർതൽ മാൻ ആൻസിസ്റ്റേഴ്സ് ഉണ്ടല്ലോ നമ്മൾ പറയുന്നത്, കുരങ്ങനും മനുഷ്യനും തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയം. അപ്പൊ ആ സമയത്ത് ഈ നിയാൻഡർതാൽ മാൻ അല്ലെങ്കിൽ ആ പറയുന്ന പ്രീ വേദിക് പീരീഡുള്ള ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആഗ്രഹങ്ങൾ. ഈറ്റിംഗ്, മീറ്റിംഗ്, സ്ലീപ്പിംഗ്, അല്ലെ? അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് അതിപ്പോഴും നമുക്കും ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. പക്ഷെ അതിൽ കുറച്ചുപേർ ചിന്തിച്ച് കാണുമായിരിക്കാം, ലൈക്ക് അവരുടെ അടുത്തുള്ള സുഹൃത്തുക്കൾ മരിക്കുന്നു, അപ്പം വിഷമം തോന്നുന്നു. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുന്നു, അപ്പം ഫിയർ ഉണ്ടാവുന്നു, പേടി ഉണ്ടാവും. അപ്പൊ ഇവരെല്ലാരും ചിന്തിച്ചു തുടങ്ങിക്കാണും, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ഹാപ്പനിങ് ഫോർ ഓൾ ദോസ് ഇൻസിഡൻസ്? അവർ പ്രകൃതിയിൽ നോക്കാൻ തുടങ്ങി. ഈ പ്രകൃതിയിൽ നോക്കുമ്പം അവർ വിചാരിച്ചു, ഓക്കെ, ഇതെല്ലാം പ്രകൃതിയിലാണ് പോകുന്നത്, എല്ലാം പ്രകൃതിയാണ് വലുത്. ഇവരുടെ ശരീരം അവര് അന്വേഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി, 5 ഭൂതങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഫയർ, വാട്ടർ, എർത്ത്, എലിമെന്റ് ഉണ്ടല്ലോ, സ്കൈ. ഇത്രയും കൂടി ഡീപ്പറായിട്ട് അവർ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ പ്രകൃതിയിലുള്ളത് പ്രകൃതിയിലോട്ട് ലയിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷെ വേറെ ചില സാധനങ്ങൾ പ്രകൃതിയിൽ ലയിക്കുന്നുണ്ട്. അപ്പം അവരതിനെ മനസ്സെന്ന് വിളിച്ചു. അപ്പൊ ഈ മനസ്സെന്താണെന്ന് അവര് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ ഒരു റിസർച്ച്, നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അവർ റിസർച്ച് ചെയ്യാണ്. റിസർച്ച് മൈൻഡോടെയാണ്. അപ്പൊ അവര് നമ്മൾ ഋഷി എന്ന് വിളിക്കാം. അപ്പൊ ഈ ഋഷിമാരെന്ത് ചെയ്തു? ആ ഋഷി ഈ മൈൻഡിനെ ആണെന്ന് മനസ്സിലായി. ബിക്കോസ് ഈ മൈൻഡ് ആണല്ലോ, മൈൻഡ് മാത്രമുണ്ട് ആ പ്രകൃതിയിൽ ലയിക്കുന്നില്ല, ബാക്കി ഉള്ളതെല്ലാം പ്രകൃതിയിൽ ലയിക്കുന്നു. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുള്ള എലിമെന്റ്സ് ആയാലും ഫങ്ഷൻസിലുള്ള ചെയ്യുന്ന ആ സാധനങ്ങളെല്ലാം സെയിം ആണ്. മൈൻഡ് മാത്രമാണ് വ്യത്യാസം. ആ മൈൻഡ് അവിടെ തന്നെ കിടക്കുകയാണ്, ബാക്കിയെല്ലാം ആ പ്രകൃതിയിൽ ലയിക്കണം. എന്തെല്ലാം ഡിസാസ്റ്റർ ഉണ്ടായാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും, യുദ്ധം ഉണ്ടായാലും, ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് ഉണ്ടായി പ്രകൃതി തന്നെ ലയിക്കുകയാണ്. അപ്പൊ ഈ മനസ്സിനെ കുറിച്ച് ഇവർ പഠിക്കാൻ തുടങ്ങി, ആ ഋഷി. അത് അവര് ചില മന്ത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കും, പറയാറുണ്ട്, ഋഷിയാണ് അവരുടെ ദൃഷ്ടാവ്, ദ വൺ ഹു ഹാസ് സീൻ ദറ്റ് മന്ത്ര. അപ്പൊ ഈ ഋഷി അവർ ചിന്തിച്ചു തുടങ്ങി, അവര് ഈ മനസ്സിനെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് 2 കാര്യങ്ങൾ അവർ പഠിച്ചു. മനസ്സിനെയും കുറച്ചും പഠിച്ചു, മനസ്സിനെ വെച്ചും പഠിച്ചു. 2 കാര്യങ്ങൾ ചെയ്തു. മനസ്സിനെയും കുറച്ച് പഠിച്ചു, മനസ്സിനെയും വെച്ചും പഠിച്ചു. മനസ്സിനെ ഉപയോഗിച്ച് പഠിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോ കാണുന്നതല്ല. ഈ സയൻസ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മനസ്സുപയോഗിച്ച് അവരുടെ ഇന്റലിജൻസ് ഉണ്ടായല്ലോ ആ സമയം, അന്ധകരണം എന്ന് പറയുന്നത്. ഈ മനസ്സിനെ കുറച്ച് മനസ്സിനെ, മൈൻഡ് എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ച അവരായിരുന്നു. അവര് സ്പിരിച്വൽ സയൻസിലോട്ട് അവർ പോയി. ഈ മനസ്സിനെ ഡീപ്പറായിട്ട് സ്റ്റഡി ചെയ്യാൻ നോക്കിയപ്പോൾ വിവേക ബുദ്ധിയും അവിവേക ബുദ്ധിയും ഉണ്ട്. വിവേകം ഉള്ള ആൾക്കാർക്കായിരുന്നു മനസ്സിനെ അഗെയിൻസ്റ്റ് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകും, ഓക്കെ, ഇത് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്, ബാക്കിയുള്ളതെല്ലാം പോവാണ്. ഇതിന്റെ കാരണം തുടങ്ങിയത് ഇവിടെ നിന്നായിരുന്നു, ഭയത്തിൽ നിന്നും, പേടിയിൽ നിന്നും, ഇൻസെക്യൂരിറ്റിയിൽ നിന്നും. അപ്പൊ ഈ അവിവേകത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഇല്യൂഷൻ, മായ. ആക്ച്വലി ഇതാണ് എല്ലാത്തിൻ്റെയും ബേസ്. നമ്മൾ ഏത് കാര്യങ്ങൾ എടുത്താലും ഈ ബേസ് അതാണ്. ഇപ്പം ഈ മനസ്സാണെന്നല്ല മനസ്സിലായാലും, എന്തോ ഒരു സംഭവം അവർക്ക് മനസ്സിലായപ്പോൾ ഈ മനസ്സ് തിരിച്ച് ഏതോ ഒരു സാധനത്തിൽ ആണ് തിരിച്ചു പോകേണ്ടത്. ആ മനസ്സിന്റെ ബേസ് അവർ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ അവർ ചൈതന്യം എന്ന് വിളിച്ചു. ഏതോ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന, സനാതനമായി നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ അതിനെ തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ അവർ ചില നിയമങ്ങൾ പാലിക്കേണ്ടിയുണ്ടായിരുന്നു. അപ്പൊ അവര് ധർമ്മം കൊണ്ടുപോകും. അതുകൊണ്ടാണ് നമ്മുടെ കൾച്ചറിന് സനാതന ധർമ്മം എന്ന് വിളിച്ചത്. ഏതോ ഒരു കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന സാധനത്തിനെ ഫോളോ ചെയ്ത് വരിക. അങ്ങനെയാണ് ഈ വേദിക് പീരീഡിന് ശേഷം ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായത്.
അൾട്ടിമേറ്റ് എയിം എന്തായിരുന്നു? ഇവിടുന്ന് വന്നു അവിടെ തിരിച്ചു കൊണ്ടുപോകണം. അപ്പൊ ഈ മനസ്സ് ഏതോ ഒരു ഒരു ബേസ് ആയിരുന്നല്ലോ. അപ്പൊ ആ ബേസിൽ തിരിച്ചു പോകുമ്പോഴാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. പിന്നെ ശ്രീ രാമകൃഷ്ണ പരമഹംസ അദ്ദേഹത്തിന്റെ ഗോസ്പൽസിൽ അദ്ദേഹം പറയാറുണ്ട്, നമ്മുടെ സനാതന ധർമ്മത്തിൽ ഇഷ്ടം പോലെ മാർഗമുണ്ട്, ഏത് മാർഗം എടുത്താലും മതി, ഒരു മാർഗമല്ല ഉള്ളത്. പക്ഷെ അൾട്ടിമേറ്റ് എയിം ഒന്നായിരിക്കും. ബാക്കി കാണുന്ന റിലീജിയൻ അല്ലെങ്കിൽ അബ്രാഹമിക് റിലീജിയൻ നോക്കി അവര് മരിച്ചു കഴിഞ്ഞ ശേഷം അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഈ നിമിഷത്തിൽ കിട്ടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ശാസ്ത്രം എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് പ്രാക്ടിക്കൽ. സൈക്കോളജി പഠിച്ച ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് ഒരു മൈൻഡിന് ഒരു ലിമിറ്റ് കുറിച്ചൊന്നും പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഈ മൈൻഡ് എന്താണ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെയിൻസിനെ നോക്കിയാൽ മതി. ഇപ്പൊ നമ്മള് ഇന്നത്തെ കബീർദാസ് ജി എഴുതിയ കവിതയായാലും മീരാബായിയുടെ കവിതകളായാലും അപ്പൊ നമ്മൾ ഈ 2 വർഷം കൊണ്ട് കേൾക്കുന്നുണ്ട്. ഈ 2 വർഷത്തിൽ ഇപ്പം ഇടയ്ക്ക് ശ്രദ്ധിച്ചറിയാം, കുറെ ശ്ലോകങ്ങൾ കോമൺ ആണ്, വരികൾ. മീരാബായി പറയും മീരാ കെ പ്രഭു ഗിരിധരനാഗ്, കബീർദാസ് ജി പറയും കഹത്തു കബീർ സുനു ഭയ സാധു, തുളസിദാസ് ജി പറയും തുളസി കെ രാം. അപ്പം ഈ ദൃഷ്ടാസായ ഋഷിമാരെല്ലാവരും ഏതോ വെളിയിലോട്ടല്ല നോക്കിയത്, ഉള്ളിലോട്ടാണ് നോക്കിയത്. അവർ വെളിയിലോട്ടൊന്നും നോക്കാൻ ശ്രമിച്ചില്ല, അവരെ വിറ്റ്നസ് ചെയ്യാൻ ശ്രമിച്ചു. എന്തോ ഒരു സംഭവം ഉള്ളിലുണ്ട് ഈ മൈൻഡിന്റെ. അതായിരുന്നു ബേസ്. നമ്മുടെ സനാതന ധർമ്മത്തിൽ ആർ വേ ഓഫ് ലൈഫ്, ഇറ്റ്സ് നോട്ട് എ റിലീജിയൻ, വേ ഓഫ് ലൈഫിൽ ഒരു ഋഷി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അതായത് ഗുരു ശിഷ്യ പരമ്പര ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, പിന്നെ അത് അടുത്ത ഇതിലോട്ട് പോവുകയാണ്. ഇപ്പൊ നമ്മുടെ ശ്രീ വൈഷ്ണവ പരമ്പര നോക്കിക്കഴിഞ്ഞാൽ നാരായണൻ, മഹാലക്ഷ്മി, ബ്രഹ്മാവ്, അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ വേദങ്ങൾ എടുത്താൽ തന്നെ ഒരു ഗുരു ശിഷ്യനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ ശുഗമഹർഷിയും സൂത ഋഷിയും ശൗനക ഋഷിയുമായിട്ട് തമ്മിലുള്ള കോൺവെർസേഷൻ, അതിനകത്ത് നാരദനും സനത്കുമാർ തമ്മിലുള്ള കോൺവെർസേഷൻ. പിന്നെയാണ് പറയുന്നത് റിയൽ പരിശുദ്ധ മഹാരാജാവും ശുഗമഹർഷിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ഒരാളെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ. അതുകൊണ്ട് ആദ്യമേ പറയുന്നത് നല്ലൊരു ഡിസൈപ്പിൾ ആവണമെന്നാണ് പറയുന്നത്. നമ്മളൊരു നല്ലൊരു ഡിസൈപ്പിൾ ആയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഗുരു ആവാനും പറ്റത്തുള്ളൂ, നല്ലൊരു ടീച്ചർ ആവാനും പറ്റത്തുള്ളൂ. രാമകൃഷ്ണൻ പരമഹംസനെ പോലെ അല്ലായിരുന്നു വിവേകാനന്ദൻ. ആ ബേസ് അവർ എടുത്തിട്ടുണ്ട്. ഇവിടെ കബീർദാസ് ജിയുടെ ഗുരു എന്ന് പറയുന്ന രാമാനന്ദ സ്വാമിയായിരുന്നു, പരമവൈഷ്ണവനായിരുന്നു. അദ്ദേഹം ശ്രീരാമ ഭക്തനായിരുന്നു. പക്ഷെ കബീർദാസ് ജിയുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന രാമൻ ഇസ് നോട്ട് ദ ശ്രീരാമ ഓർ ദശരഥ. ആ രാമൻ അല്ലായിരുന്നു, വ്യത്യാസമുണ്ട്. ഓരോ ശിഷ്യനും ഓരോ ഡിസൈപ്പിളിനും അവരവരുടെ മാർഗം തപ്പിപ്പിടിക്കണം. ഇപ്പൊ എന്താ പറയാ, ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മള് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഒരു അല്ലെ. ഇപ്പൊ നമുക്ക് എല്ലാവരും കേക്ക് പഠിക്കാൻ ആഗ്രഹമാണ്. അപ്പൊ ഗുരു വന്നിട്ട് കേക്ക് ഉണ്ടാക്കാനുള്ള ബേസ് പറഞ്ഞു, മൈദമാവ് വേണം, ബേക്കിംഗ് സോഡ വേണം, വാനില എസൻസ് വേണം, അല്ലെ, പാൽ ഒഴിക്കണം. പക്ഷെ അതിനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ രീതിയിൽ ഓരോ ക്രിയേറ്റിവിറ്റിയും ഒരു ശിഷ്യന്റെ ഗുണമാണ്. പല കേക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല പല കേക്കുകളാണ്, പക്ഷെ എല്ലാത്തിന്റെ ബേസ് സെയിം ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബേസ് സെയിം ആയിരിക്കും, പക്ഷെ അത് കൊണ്ടുപോകുന്ന മാർഗം വ്യത്യാസമാണ്. ചില ടെക്സ്റ്റുകൾ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചില ആൾക്കാരെ ഫോളോ ചെയ്താൽ മതി. അതാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത്, ഐ ആം ദ വേ, ഐ ആം ദ ലൈഫ്, യു ക്യാൻ ഫോളോ മീ. വേറൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒന്നും എളുപ്പമുള്ള കാര്യമല്ല. ബിക്കോസ് ഇപ്പം നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ശ്രീരാമനായാലും കൃഷ്ണനായാലും അവരുടെ ലൈഫും എളുപ്പമല്ലായിരുന്നല്ലോ. സ്റ്റാർട്ടിങ് തൊട്ടേ ട്രബിൾ ആയിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. പക്ഷെ അത് അവരെവിടെയോ കൊണ്ടെത്തിച്ചു. ജനനം തൊട്ട് ഭഗവാൻ കൃഷ്ണൻ ഒരു 10-23 ഡീമൻസ് ആയിരുന്നു, അല്ലെങ്കിൽ രാക്ഷസന്മാരെ പ്രശ്നം ഉണ്ടാക്കി. ഒരിക്കലും ആരെയാണോ പ്രണയിച്ചത് കൂടെ നിൽക്കാൻ പറ്റിയില്ല. സ്വന്തം വീട്ടുകാരെ എന്നെ പ്രശ്നം ഉണ്ടാക്കി. അദ്ദേഹത്തിന് സ്വന്തം വീട് ദ്വാരകയിൽ പോകേണ്ടി വന്നു. പിന്നെ അവസാനം ഏതോ ഒരു പൂർവ്വകർമ്മ ഫലം കണ്ട് സ്വന്തം ജീവൻ പോകേണ്ടി വന്നു. ശ്രീരാമൻ അങ്ങനെ തന്നെയായിരുന്നു. അവസാന നിമിഷം, അടുത്ത ദിവസം രാജാവാവേണ്ട ദിവസമായിരുന്നു, ഒരു നിമിഷം കൊണ്ടെല്ലാം മാറി. അപ്പൊ അദ്ദേഹം ഒരു നല്ലൊരു സാധകൻ അല്ലെങ്കിൽ നല്ലൊരു ഋഷി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം
അദ്ദേഹം ആ ഇല്യൂഷനിലല്ലായിരുന്നു. ബിക്കോസ് രാമായണത്തിന് ഇടയ്ക്ക് വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗുരു വസിഷ്ഠൻ ഒരു നല്ലൊരു ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് വസിഷ്ഠ രാമായണം. അതിനുശേഷമാണ് ആക്ച്വലി അദ്ദേഹം ബാക്കി കർമ്മങ്ങളെല്ലാം ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന്റെ വലിയൊരു ധൈര്യമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് പുരുഷോത്തമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബേസ് സ്ട്രോങ് ആയിരുന്നു. ഇപ്പൊ നമ്മള് നവരാത്രിയില് പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ദുർഗാപൂജ ഭയങ്കരമായിട്ട് ആഘോഷിക്കും. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചിയിൽ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ട്രഡീഷണൽ രീതിയിലായിരുന്നു ദേവിയുടെ വിഗ്രഹം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ വലിയ പണ്ടാലും വലിയ വിഗ്രഹമാണ്, 10 ഫീറ്റും 15 ഫീറ്റും 20 ഫീറ്റൊക്കെ ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി അതൊരു ഷോ ഓഫ് ബിസിനസ് പോലെ ആയിരിക്കും. പക്ഷെ സാധന ചെയ്യുന്ന ചില ആശ്രമങ്ങളുണ്ട്. അതായത് രാമകൃഷ്ണ പരമഹംസൻ അവരും സാധന ചെയ്യുന്നുണ്ട്. അപ്പൊ അവരും ആ ദേവിയെ കാണുന്ന രീതി വ്യത്യാസമാണ്. ഇപ്പം അവർ പൂജിക്കുന്ന വിഗ്രഹം എന്ന് പറയുന്നത് ഡാർക്ക് സ്റ്റൈൽ ട്രഡീഷണൽ ദേവിയുടെ ഒരു വിഗ്രഹമുണ്ട്. അപ്പൊ അവർക്കറിയാം ഇതെന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, അത് എന്തിനു വേണ്ടിയാണെന്ന് അവർക്ക് മനസ്സിലാവും. ദേവിയുടെ വിഗ്രഹത്തിന് നോക്കിക്കഴിഞ്ഞാൽ, ട്രഡീഷണൽ വിഗ്രഹങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദേവിയുടെ തിരുനെറ്റിയിലെ സൈഡിൽ ഒരു സ്പൈഡറിന്റെ ചിഹ്നം കാണും. നെറ്റിയിലെ ഈ സൈഡിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇപ്പോഴും മെജോറിറ്റി വിഗ്രഹങ്ങളിൽ കാണാം. അപ്പൊ ഈ സാധന ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ദേവിയെ നോക്കുമ്പോൾ, ആ സ്പൈഡറിൽ നോക്കുമ്പോൾ അവന് മനസ്സിലാവും ദേവിക്കൊരു പേരുണ്ട്. നമ്മുടെ ദേവി മഹാത്മ്യം വായിച്ചു കഴിഞ്ഞാൽ മഹാമായ. ഇപ്പൊ സ്പൈഡർ എന്തിനാണ് ദേവിയുടെ നെറ്റിയിൽ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ, ഈ സ്പൈഡറിന്റെ ജോലി എന്താ? വലിയൊരു വെബ് ഉണ്ടാക്കും അല്ലെ, വലിയൊരു നെറ്റ് ഉണ്ടാക്കും. അതിലെല്ലാരും കയറി വീഴും, പക്ഷെ അതിനൊന്നും സംഭവിക്കത്തില്ല. അപ്പൊ ഇപ്പം ഒരു സാധകനാണെങ്കിൽ ആരെയാണ് പ്രാർത്ഥിക്കുന്നത്? അതേ മഹാമായയാണ് പ്രാർത്ഥിക്കുന്നത്. അതിന്ന് വെളി വരാനാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അതിനെ പൊക്കി ഉണർത്തി വലിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവർക്ക് മനനം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെയാണ് ഇതേ ദുർഗാ പൂജ 2 രീതിയിൽ ഒരു സാധകനും ആഘോഷിക്കുന്നുണ്ട്, ഒരു ഫെസ്റ്റിവലായിട്ട് ആഘോഷിക്കുന്നു. അവിടെയാണ് വ്യത്യാസം വരുന്നത്. കബീർദാസ്ജിയും അത് തന്നെ ചെയ്തേക്കുന്നു. അദ്ദേഹം അതിന് കഷ്ടപ്പെട്ട് നല്ലൊരു ഗുരുവിനെ കിട്ടിയ അദ്ദേഹമാണെങ്കിൽ പരമവൈഷ്ണവനായിരുന്നു, ശ്രീരാമ ഭക്തനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മാർഗം എടുത്തു. ഹി ഫോളോഡ് ഹിസ് പാത്ത്. അന്ത്യം വരെ അത് തന്നെയായിരുന്നു. ഹിന്ദുവിനെ ആയാലും മുസ്ലിം ആയാലും ഒരേപോലെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും നെറ്റിലൊക്കെ ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, ഷിരടി സായിബാബയെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. ഇറ്റ് ഇസ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഹിന്ദു കൾച്ചർ. അപ്പം അതും ചിലതൊക്കെ ആണെങ്കിൽ നമ്മുടെ ശങ്കരാചാര്യമാർ തന്നെ പറയാറുണ്ട്, അദ്വൈത ഫിലോസഫി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഷിർഡി സായിബാബയെ പ്രാർത്ഥിക്കുന്ന എന്താണ് തെറ്റ്? അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു. ശരിയാണ്, അദ്ദേഹം ഒരു സൈഡിൽ മുസ്ലിംസിന് വേണ്ടി മട്ടൻ കറി ഉണ്ടാക്കുവാണെങ്കിൽ ഒരു സൈഡ് ഹൽവ ഉണ്ടാക്കുമായിരുന്നു. അവിടെ ഫുഡിന് പ്രാധാന്യമില്ല, അവിടെ ഹ്യൂമാനിറ്റിക്കായിരുന്നു പ്രാധാന്യം. ആ എസൻസ് മറന്നുപോയി. രാമായണത്തിൽ വരെ വലിയൊരു കോൺട്രവേഴ്സി ആണ്. സാൻസ്ക്രിറ്റ് ശ്ലോകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈവൻ ശ്രീരാമ ഹാഡ് ദ ഡിയർ മീറ്റ്. അവിടെ അത് മാത്രമല്ല നമ്മൾ അതിന്റെ ഇന്റർണൽ കുറെ മീനിങ് ഉണ്ട്. ഇപ്പം ശിവൻ ബാങ്ക് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു ശങ്കരാചാര്യന്റെ സമയത്ത്. അദ്ദേഹത്തിന് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന്റെ കുറെ ശിഷ്യന്മാർ. അപ്പം ഒരിക്കൽ ശങ്കരാചാര്യ വിചാരിച്ചു ഇവർക്കൊരു പാഠം ഉണ്ടാക്കണ്ടേ. അപ്പൊ അദ്ദേഹം ഒരു സ്ഥലത്ത് പോയി കുറെ നല്ല ഫ്രൂട്ട്സ് കഴിച്ചു. ശിഷ്യന്മാർ അതേപോലെ ഫ്രൂട്ട്സ് കഴിച്ചു. കുറച്ചും കൂടെ കഴിഞ്ഞ് പോയപ്പോൾ ശങ്കരാചാര്യൻ നോക്കിയപ്പം അവിടെ ഒരു കള്ള് ഷോപ്പ് ഉണ്ടായിരുന്നു. നന്നായിട്ട് മദ്യപിച്ചു. അവരും അതേപോലെ ചെയ്യും. ഇച്ചിരിയും കൂടെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നമ്മുടെ വിളക്കുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അയണൊക്കെ മോൾട്ട് ചെയ്ത് വെച്ചേക്കുവായിരുന്നു. അദ്ദേഹം സുഖമായിട്ട് കുളിച്ചു. അത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ശങ്കരാചാര്യ പറഞ്ഞു, ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തു. നമുക്ക് നമ്മുടെ ഒരു സ്ഥലമുണ്ട്, നമ്മുടെ ഒരു സ്ഥലത്ത് നമ്മൾ ഇവിടെ ഉയരുന്നു അതുവരെ നമ്മൾ ചെയ്യാം. ചിലവർക്ക് ജപത്തിന്റെ ആവശ്യം കാണത്തില്ല, ചിലവർക്ക് നോൺ വെജിറ്റേറിയന്റെ ആവശ്യം കാണും. നമ്മുടെ മൈൻഡ് ഇവിടെ നിൽക്കുന്നു എന്ന് നമുക്കറിയാം. ഇവരാരെയും പഠിപ്പിക്കണ്ട. ഇപ്പൊ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്, നമ്മൾ നമ്മുടെ മൈൻഡിനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഇവിടം വരെ എത്തുന്നു ഇല്ല നമുക്കറിയാം. ഒരു കുട്ടി നന്നായിട്ട് പഠിക്കുന്നതാണെങ്കിൽ അതിനറിയത്തില്ലേ നാളത്തെ എക്സാമിന് അത് ഇത്ര കോൺഫിഡന്റ് ആണ്. വേറെ ആരുടെ ചോദിക്കേണ്ട ആവശ്യം. ഇവിടെയും കബീർദാസ് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഒരു ടൈലർ ആയിരുന്നു, പൈസയില്ല ഒന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ നോളജ് അത്രയും കോൺഫിഡൻസ് ആയിരുന്നു. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഫുള്ള് മനനം ചെയ്ത് അദ്ദേഹത്തിന്റെ മനനം
ചെയ്ത് പറഞ്ഞ കുറച്ച് കവിതകളുടെ ഇതാണ്. ഇതിനകത്ത് ആക്ച്വലി മൻ ഹേ സദ്ഗുരു കെ ചരണോം എന്ന് പറഞ്ഞൊരു ഏതോ ഒരു ബുക്കിൽ നിന്ന് എടുത്തതാണ്. അതിനകത്ത് കുറേ ശ്ലോകങ്ങളുണ്ട്. അതിൽ കുറച്ച് ശ്ലോകങ്ങളാണ് ഇന്നത്തെ ടോക്കിൽ നാരായണദാസ് പറയാൻ പോകുന്നത്. അതിന്റെ സ്റ്റാർട്ടിങ് തന്നെ പറയാണ്, ഭ്രമമിട്ടാതെ മൻ കെ ഭീതർ കോജെ ഖോൻ ഖുദാ മന്ദിർ മസ്ജിദ് സബ് ഫിറാ ഖുദ് കോ ന ദേഖ് സകാ. നമ്മുടെ മനസ്സിലുള്ള ഭ്രമത്തിനെ നീ മായ്ച്ചു കളയൂ. നീ ഏത് ഖുദ ഗോഡിനെയാണ് നീ തേടുന്നത്. യു ഹാവ് സെർച്ച് ദ ടെമ്പിൾ മോസ്ക്, പക്ഷെ നീ അകത്ത് നോക്കാൻ തുടങ്ങിയോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ആക്ച്വലി ആരെടുത്തും അല്ല പറയുന്നത്, ഇദ്ദേഹം ഇദ്ദേഹത്തിനോടെയാണ് പറയുന്നത്, വേറെ ആരെടുത്തും അല്ല പറയുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ ശ്ലോകിലെ സൈഡിൽ മനസ്സിലാവുന്നത്. അദ്ദേഹം പറയുക അദ്ദേഹത്തിന്റെ അവസ്ഥ അടുത്ത ശ്ലോകത്തില്, ജൽമേ നീൻ പ്യാസി ജൈസി ദോടെ ഭീൻ ആരാം കബീര ബോലെ ടഹർ സറാ തേരെ ഭീതർ റാം. നമ്മുടെ അവസ്ഥ പറയുക, വി ആർ ലൈക്ക് ഫിഷസ് ഹൂസ് വെരി തേഴ്സ്റ്റി ഇൻ ദ സീ. ഫിഷ് ഓൾറെഡി വെള്ളത്തിലാണ്, അപ്പൊ അതിന് ദാഹിക്കൂ ഇല്ല. പക്ഷെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഫിഷിനെ പോലെയാണ്. നമ്മൾ അല്ല അവിടെ തന്നെയുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ പടയാണ്, നമ്മളൊന്നും കിട്ടുന്നില്ല, നമുക്ക് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് പറയണം. പക്ഷെ പറയാം തേരെ ഭീതർ റാം. ഇവിടെ റാം ഒരു സിംബോളിക് ആണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വേ ഓഫ് സ്പിരിച്വാലിറ്റിയിൽ അദ്ദേഹം ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ രാമനാണ്. ആ രാമൻ എല്ലാത്തിനെയും രമിച്ചിരിക്കുന്ന രാമൻ. ജ്യോതി ജലെ ഹർ ശ്വാസ് മേ ഫിർ തൂ ഫിരാ അധിയാർ ദീപക് തൂ ഹി തേൽ തൂ ഹി ഫിർ ക്യൂ കരേ വിചാർ. നിന്റെ ഓരോ ശ്വാസത്തിലും ജ്യോതിയുണ്ട്, വിളക്കുണ്ട്. പിന്നെ നീ വൈ യു ആർ തിങ്കിങ് ദാറ്റ് യു ആർ ഇൻ ഡാർക്ക്നെസ്. വിളക്ക് നീ തന്നെയാണ്, അതിന്റെ എണ്ണയും നീ തന്നെയാണ്, ആ കത്തിക്കുന്ന ഫയറും നീ തന്നെയാണ്. പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഈ വിചാരം ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിനോട് ചോദിക്കുകയാണ്. राम नाम की टोरी से बांध ले अपना प्राण कमीरा कबीर बोले एक दिन मिट जाएगा अभिमान. ഇവിടെ അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തിന്റെ രാമനാമത്തിന്റെ ദീക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ രാമനായിരുന്നു അൾട്ടിമേറ്റ്, ആ സത്ത, ആ ട്രൂത്ത്, ആ ചൈതന്യം, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ആ ശ്വാസത്തിൽ നീ ആ രാമനാമം വെക്കൂ. അപ്പൊ എന്താവും? നിന്റെ അഭിമാനവും ആ ഈഗോ, ആ വിവേക ബുദ്ധി വെച്ച് അവിവേകം ഇതിനെ മാറ്റാൻ പറയുകയാണ് കബീർ. संसार सागर गहरा रे नाम ना पार उतारे जिनका पत्थर प्रेम है वही पार लग जाए. ഇവിടെ അൺകണ്ടീഷണൽ ലവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ഒന്നും ആഗ്രഹിക്കാതെ കൃഷ്ണനും രാധയും പോലെ, ഒന്നും വേണമെന്നും പറയുന്നില്ല, വേണ്ടെന്നും പറയുന്നില്ല. ആ സംസാര സാഗരത്തിന് അപ്പുറത്ത് പോകണമെങ്കിൽ അൺകണ്ടീഷണൽ ലവ് വേണം. അതാ അദ്ദേഹം ഇവിടെ പറയുന്നത്. തൻ മിട്ടി മൻ മായാ की झूठी सारी शाम कबीरा बोले सत्य वही जो देखी कर जा. ഈ ഈവനിങ് ഒരു ഭ്രമമാണ്. ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ് ഈ ശരീരം. ഇതൊന്നും സത്യമല്ല, വേറെന്തോ ഒരു സാധനം സത്യമാണ്. ഇത് നമ്മളെ ഫേമസ് എപ്പോഴെങ്കിലും കേട്ട് കാണും, മാല ഫേർ ഫിർ ഗയാ ഫിരാന മൻ കാ ഫേർ നാം ബിനാ ജോ ജാപ്പ് കരെ വോ ഭി രഹാ അധൂര. ഇദ്ദേഹം പിന്നെയും അദ്ദേഹത്തിനോട് പറയായിരിക്കും, അദ്ദേഹം കുറെ ജപിച്ചു കാണും. അപ്പൊ പറയാണ്, അപ്പൊ ഞാനും ചിലപ്പോൾ ചിന്തിക്കുന്നത് കുറെ ചാൻഡ് ചെയ്യും, ചില സമയത്ത് ചാൻഡ് ചെയ്ത് പക്ഷെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിനോട് ചോദിക്കുകയാണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ചാൻഡിങ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കൺട്രോൾ ദ മൈൻഡ്? പക്ഷെ ഇത് അവരുടെ ആ അവസ്ഥയിൽ അത് സത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ബിക്കോസ് അദ്ദേഹം ആ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി. ബിക്കോസ് അദ്ദേഹം ചാൻഡ് ചെയ്തിരുന്ന മാലയുടെ സമയമായിരിക്കാം, പക്ഷെ പിന്നെ മനസ്സിലായി ആ മാലയുടെ ആവശ്യമില്ല. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ മാലയുടെ ആവശ്യമുണ്ട്, സൗണ്ട് ആവശ്യമുണ്ട്. सांस गिनी है थोड़ी सी कर नाम विचार कबीरा बोले अंत समय कोई उपकार सच्चा वही फकीर है जिसका मन निष्काम. നമ്മുടെ കബീർജി പറയാ,
അന്ത്യസമയം വരുമ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് ഉപകാരങ്ങൾ ചെയ്യണം. അവൻ തന്നെയാണ് റിയൽ ഫക്കീർ. അതായത് ഇപ്പൊ നമ്മൾ ഷിർഡി സായിബാബയെ കുറിച്ച് പറഞ്ഞാലും സത്യ കബീർ പറഞ്ഞാലും അവരൊന്നും എടുക്കുന്നില്ല, കൊടുത്തോണ്ടിരിക്കുകയാണ്. അവിടുന്ന് കൊണ്ടുവരുന്നു, ഈ സൈഡിൽ കൂടെ കൊടുക്കുന്നു. ഒന്നും വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ ആയിട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവരെ ആയിരുന്നു ഞാൻ പറഞ്ഞ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഋഷി. അവർക്ക് മനസ്സിലായി, അവർ കണ്ടു, അവര് ഫക്കീറായിരുന്നു, അവർക്കൊന്നും എടുക്കാനൊന്നുമില്ലായിരുന്നു. ഇപ്പം കബീർദാസ് ആയാലും ഷിർഡി സാബ ബാബ ആയാലും മരിച്ച ശേഷമായിരുന്നു കുറെ പേര് അയ്യോ ഇത് നമ്മുടെ ആൾക്കാരാണ്, ഇന്ത്യ ധർമ്മത്തിലുള്ളതാണ്, ഇറ്റ്സ് മൈ, നമ്മുടെ റിലീജൻ ആണെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഉള്ള സമയത്ത് ആരും പറഞ്ഞു. മരിച്ചു കഴിഞ്ഞപ്പോൾ വലിയ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പോകുന്നു. പക്ഷെ അദ്ദേഹത്തിന് പറഞ്ഞ നോളേജ് ആരും എടുക്കുന്നുമില്ല. എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും അദ്വൈത ഫിലോസഫി എന്താണെന്ന് പറഞ്ഞു തന്ന അവര് ഈ ഇത് തെറ്റാണ്, അത് ശരിയാണ്, ഇത് കറക്റ്റാണ്, അത് തെറ്റാണ് എന്ന് പറഞ്ഞ് പോകത്തില്ല. അതാണ് ഞാൻ പറഞ്ഞ ദേവിയുടെ നെറ്റിയിലാ മായം. അവിവേക ബുദ്ധിയിൽ വിവേക ബുദ്ധി വന്നാലും പിന്നെയും ഈ അവിവേക ബുദ്ധി പിന്നെയും കടന്നു വരും. സ്പിരിച്വാലിറ്റിയിൽ ആ പാദത്തിൽ വന്നാലും അവിടെ ഞാൻ കറക്റ്റ്, നീ തെറ്റാണെന്ന് പറയും. ചിലവർ പറയും ഓക്കെ, അവര് വൈഷ്ണവസത്തിൽ വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് കറക്റ്റ്, റെസ്റ്റ് ഇസ് റോങ്. ശാക്തേര് പറയും ഇത് കറക്റ്റ്, മറ്റേത് റോങ്. ഇതെന്ന് വെച്ചാൽ നമുക്കൊന്നും നമ്മുടെ ഒരു തുണി അല്ല ഒരു ബോർഡർ വെച്ച് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് ഉപ്പുവാവ സാഗരത്തിൽ പോയി കഴിഞ്ഞു, നമുക്ക് തിരിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവസാനം ഇവർക്കൊന്നും തിരിച്ച് പറയാനൊന്നും ഇല്ല. അവിടെ മൈൻഡ് ഇല്ലല്ലോ, മൈൻഡ് വെച്ചല്ലേ പറയാൻ പറ്റും. ആ മൈൻഡിന്റെ ആ ബേസ് ഇവിടെയായിരുന്നു, അവിടെ തിരിച്ചു പോയി. അപ്പൊ അവർക്ക് പറയാനൊന്നും. ദുനിയാ സേന മാംഗേ കുച്ച് ദേ സബ്കോ വിശ്രാം, ഭ്രമ മിട്ടാലേ मन का भीतर देख ले अपना रूप, കബീര ബോലെ തുജ്മേ ഹേ വോ അനന്ത സ്വരൂപ്. ഈ സംസാര സാഗരത്തിന് എനിക്കൊന്നും ചോദിക്കാനില്ല. അല്ല, ഒരു വിശ്രാമ സമയത്ത് അങ്ങനെ ഇരിക്കുകയാണെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ പറയാണ്. മൈൻഡിന്റെ ഇല്യൂഷൻ വെച്ച് പോവണ്ട, നീ നിന്നെ തന്നെ വാച്ച് ചെയ്യൂ. അതാണ് പിന്നെയും പറയുന്നത് ഭീതർ ദേഖലെ അപ്നാ സ്വരൂപ്, കബീര ബോലെ തുജ്മേ ഹേ വോ അനന്ത സ്വരൂപ്. ആ അനന്ത സ്വരൂപ് നിന്നിൽ തന്നെയുണ്ട്, വേറെ എങ്ങും പോവണ്ട. അദ്ദേഹം അത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നമ്മുടെ ചില ദേവി മഹാത്മ്യത്തില് നമ്മൾ കേട്ടിട്ടുള്ള ശ്ലോകമാണ് യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്സൈ 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 നമോ നമ. അവിടെ നമസ്തസ്സൈ എന്ന് പറയുന്നത് ആ എന്താണ് അത് എന്നേ പറയുന്നുണ്ട്, പേര് പറയാൻ പറ്റുന്നില്ല. രാമൻ എന്ന് പറഞ്ഞാലും അത് ചെറുതായിപ്പോയി, അതുകൊണ്ടാണ് അവിടെ നമസ്തസ്സൈ എന്ന് പറയുന്നത്. ഇപ്പം ഈ കബീർദാസിന് വേറെ ദോഹയുടെ രണ്ട് ബ്യൂട്ടിഫുൾ ലൈൻസ് ഉണ്ട്, ലതാ മങ്കേഷ്കർ പാടിയത്. മോക്കോ കഹാ ढूंढे रे बंदे मैं तो तेरे पास में, ना मैं मस्जिद ना मैं देवल ना काबे कैलास में, ना मैं ധർമ്മി ना मैं അധർമ്മി. അധർമ്മവും ഇല്ല അധർമ്മവും ഇല്ല, നീ കൈലാസത്തിലോ കാവയിൽ പോയാണോ തിരയുന്നത്, വേറെ എങ്ങും പോകണ്ട, നിന്നെ ഉള്ളിൽ നോക്കിയാൽ മതി. അതായിരുന്നു കബീർദാസ് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് മീരാബായി ഒരു ശ്ലോകവും പറയുന്നു, ഹരി ബിന് പൂർണ്ണ ഗതി മേരി ഈ സംസാര വികാര കാ സാഗർ ബീച്ച് മേ മേഘരി. രണ്ടുപേര് രണ്ട് പാദത്തിലാണ്. മീരാബായി പറയാ ഹരിയില്ല, നീ ഹരി അതായത് ഭഗവാൻ കൃഷ്ണൻ ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ഗതിയാണ്. അപ്പൊ രണ്ടുപേരും രണ്ട് പാദം, പക്ഷെ ഒരേ ലക്ഷ്യമാണ്. എവിടുന്ന് അവർ കൊണ്ടുവന്നു അത് അവിടെയും തന്നെ തിരിച്ചു കൊടുത്തു. അവർക്ക് അവരുടെ മൈൻഡ് ഇല്ലായിരുന്നു. എവിടുന്ന് വന്നു തിരിച്ചു പോയി. എല്ലാം കൃഷ്ണാർപ്പണം. ഹരി.